ഇങ്ങനെ പാൻറ് ഇങ്ങനെ താത്തി കാണിച്ചു തരും, ബ്രീഫ് ഇട്ടിട്ടില്ല. അങ്ങനത്തെ ടീംസാണിത്. ഒന്നത് ഹുക്കായി മാറി. നമ്മളെ ബോസുമാരൊന്നും ബോംബെക്കാരും ബാംഗ്ലൂരുകാരും ഈവൻ മലയാളികൾ ബോംബെയിലും ബാംഗ്ലൂരും ഒക്കെ ഉള്ള ദുബായിലൊക്കെ ഉള്ള ഇവന്മാര് ഇതിലും വൃത്തിയിട്ട പേരുകളെ നമ്മളെ വിളിക്കുക. ബ്രീഫ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ പറയും ഇന്ന് ഞാൻ ബ്രീഫ് ഇട്ടിട്ടില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ പാൻറ് ഇങ്ങനെ താത്തി കാണിച്ചു തരും, ബ്രീഫ് ഇട്ടിട്ടില്ല. അങ്ങനത്തെ ടീംസാണിത്. അപ്പോൾ അതിലും വൃത്തിയിട്ട പേരുകൾ വിളിച്ചിട്ട് തുടങ്ങും. അപ്പോൾ ഞാനതൊന്ന് മൈൽഡാക്കിയെന്നേ ഉള്ളൂ. എന്നെ മറ്റേ വേർഡ്സ് ഉപയോഗിച്ചിട്ട് എന്തായി എഫ് വേർഡ് ഉപയോഗിച്ചിട്ട് എഫും ആറിലും എൻ്റെ ഇന്ന് വേർഡ് ഉപയോഗിച്ചിട്ട് ചോദിക്കും ഇന്നത്തെ പണി എന്താ, ഇല്ലെങ്കിൽ ഇന്നത്തെ കോൺസെപ്റ്റ് എന്താ, ഇന്നെന്താ ലൈൻ എഴുതി, ഇന്നെന്താണ് ആർട്ട് ഉണ്ടാക്കിയെന്നുള്ളത് ചോദിക്കും. രാവിലെ തന്നെ തെറി പ്രൊഫേനിറ്റി ഏജൻസി സംസ്കാരമാണ്. പിന്നെ ബാംഗ്ലൂർ ബോംബെയിൽ ഒഗുൽവിയിലൊക്കെ എന്താ പറയുക, നമ്മൾ ഒഫൻഡഡ് ആവാറില്ല. നമുക്ക് സന്തോഷം തോന്നുള്ള അന്ന് ഇയാൾ എന്നെ ഇത് വിളിച്ച്, ഇല്ല പീയൂഷ് പാണ്ഡെ മറ്റേത് വിളിച്ച്. അതൊരു ഫ്രണ്ട്ലി ടോണും കൂടിയാണ്. ബോംബെ സിറ്റീൻ്റെ കൾച്ചർ അറിയാലോ. BH മറ്റേത് എന്നെല്ലാം വിളിക്കും, മനസ്സിലായില്ല. എന്നിട്ട് ആ വർത്തമാനം പറയാം ഫ്രണ്ട്സ് തമ്മിൽ. അപ്പോൾ അതന്നെ ഞാൻ ഉപയോഗിച്ചത്. ഇവിടെ മൈൽഡാക്കി എന്നുള്ളൂ. ഇവിടെ മറ്റേത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഒഫൻഡഡ് ആവും. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് അതിൽ വന്നതാണ് അത്. അപ്പം എന്നോട് ബോസുമാർ ചെയ്യും പലതും. മന്ദബുദ്ധി മുതൽ മന്ദബുദ്ധി ലാസ്റ്റ് ഒഗുൽവിയിൽ ബാൻ ചെയ്ത്. റീറ്റാർഡ് എന്നുള്ള വേർഡ് ഒഗുൽവിയിൽ ഇനി വിളിക്കാൻ പാടില്ല, കേസാവെന്നുള്ള നോട്ടീസ് വന്ന്.